ടെൻഷൻ അടിക്കരുതെന്നും ഒച്ച വെച്ച് സംസാരിക്കരുതെന്നും ഡോക്ടർമാര് പറഞ്ഞിട്ടുള്ളതല്ലേ. എത്ര പറഞ്ഞാലും കേക്കില്ല. വീട്ടിൽ ഒരു പണി ചെയ്തു പോരുതെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. എന്നിട്ട് വെറുതെ ഇരുന്നോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചീത്ത പറയുന്നതും ബഹളം വെക്കുന്നതും ഒക്കെ എന്റെ മോള് മോശക്കാരിയായോണ്ടല്ല. നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമം അമ്മ അങ്ങനെയെങ്കിലും തീർക്കുന്നതാടി. ഈ നശിച്ച രോഗം എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുന്നുണ്ടോ? എത്ര കാലം നീ എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അസലായി ബോധം കെട്ട് വീണ്ടും ഉണരുമ്പോ പറയാൻ പറ്റിയ കാര്യം തന്നെയാ. എന്റെ അമ്മേ, നാഴികയ്ക്ക് 40 വട്ടം അമ്മ ഇത് പറയുമ്പോ എനിക്കൊരു പരാതിയും ഇല്ല, ഒരു പരിഭവം ഇല്ലാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ എന്താ? എനിക്ക് വേറൊന്നും വേണ്ട. നിന്റെ വിവാഹം ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ മനസ്സൊന്ന് തണുത്തേനെ. അല്ല, ഈ മോളെ കല്യാണം കഴിപ്പിച്ചാല് അമ്മയുടെ അസുഖം മാറുമെന്ന് അമ്മ എവിടുന്നാ വായിച്ചേ? ഒന്ന് പറഞ്ഞേ. നീ എന്നെ കളിയാക്കിക്കോ. അമ്മ അങ്ങനെ എന്നെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടേ അത്ര പെട്ടെന്നൊന്നും ഒരിടത്തേക്കും പോവാൻ പോകുന്നില്ല. എനിക്ക് എന്റെ അമ്മയെ സ്നേഹിച്ച് മതിയായില്ലെന്നേ. ഡോക്ടർ പറയുന്നതൊക്കെ കേട്ട് കുറച്ചു കാലം അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്ന് അമ്മയുടെ അസുഖമൊക്കെ മാറിയിട്ട് എനിക്കെന്റെ അമ്മയെ എന്തോ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാനുണ്ടെന്നറിയോ? അതെന്താ എന്റെ തങ്കം മനസ്സിലാക്കാത്തേ? തങ്കം, ഞങ്ങളിന്നേ മങ്കമ്പു ശിവക്ഷേത്രത്തിലേക്ക് പോവുക. ശിവരാത്രി വ്രതമെടുക്കാൻ. ഞങ്ങൾ എപ്പോ വിളിച്ചാലും തങ്കം വരില്ല. നീ എന്തിനാടി സുധേ തങ്കത്തെ കൂടി ഇങ്ങനെ വിളിക്കാൻ നിക്കുന്നേ? അല്ലേ തന്നെ തങ്കം എന്തിനാ വരുന്നേ? നമ്മളൊക്കെ പോന്നതേ നമ്മുടെയൊക്കെ ഭർത്താവിന് ആയുസ് കൂടാൻ വേണ്ടി തമ്പുരാനോട് പ്രാർത്ഥിക്കാനാ. തങ്കത്തിന് പിന്നെ അങ്ങനെ ഒരാളില്ലല്ലോ. ഉണ്ടായിരുന്നോന്ന് ആർക്കറിയാം? അത് ശരിയാ. കൃഷ്ണയുടെ അച്ഛൻ ആരാന്ന് പോലും തങ്കത്തിന് നിശ്ചയില്ല. പിന്നെ എന്ത് പ്രാർത്ഥന, എന്ത് ശിവരാത്രി. വാ, എനിക്ക് പിള്ളാരെ കൊണ്ട് പോകാനുള്ളതാ. നടക്കും. ചേച്ചി അവിടെ നിന്നേ. അയ്യോ, നിങ്ങൾ പൊക്കോ. ഇവിടെ നിൽക്ക്. അമ്മയൊന്ന് വിടുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേക്ക്. 4 വർത്താനം തിരിച്ചു പറഞ്ഞാല് അവരുടെ ഒരു ചോദ്യത്തിനും എനിക്ക് ഉത്തരവില്ലല്ലോ. അവര് പറയുന്നത് ശരിയല്ലേ? മോളുടെ അച്ഛൻ ആരാണെന്ന് പറയാത്തൊരമ്മയ്ക്ക് ഇത്രയൊക്കെ സമൂഹത്തിൽ നിന്ന് കിട്ടും. അവളുമാർക്ക് ഞാനൊരു പണി കൊടുക്കും. ഈ പെണ്ണിന് എന്തു പറ്റി? നീ നവീനെ കാണാൻ പോയതല്ലേ? ആ അതെ. അവനോട് കല്യാണത്തിന്റെ കാര്യമൊക്കെ സംസാരിച്ചോ? എന്നിട്ട് എന്താ പറഞ്ഞേ? നോക്ക് കീർത്തി, നമ്പർ 1 അല്ലാത്ത ഒരു കാര്യവും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് വീട്ടിലായാലും ഓഫീസിലായാലും വിവാഹ ജീവിതത്തിലായാലും എന്നാ പറഞ്ഞത്. നിർമ്മലേ, ആ മോള് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവള് മലയാളത്തിൽ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ? നവീൻ എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വിഷയത്തിലെ നമ്പർ 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാ പറഞ്ഞതിന്റെ അർത്ഥം. 3 വയസ്സ് തികയുന്നതിന് മുന്നേ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുവിട്ടു നിന്നെ. അത് നീ പഠിച്ചോ? പാട്ട് പഠിപ്പിക്കാൻ വന്ന ഭാഗവതര് കൊരവള്ളി പൊട്ടി പാടിയിട്ടും നിന്റെ വായിന്ന് എന്തെങ്കിലും ഒന്ന് പുറത്തു വന്നോ? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അതെങ്ങനെ? അച്ഛൻ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിലല്ലേ മക്കൾക്ക് കിട്ടുള്ളൂ. നിർമ്മലേ, നീ അത് പറയരുത്. നിനക്ക് പാട്ടിലും ഡാൻസിലും ഒക്കെ കമ്പുണ്ടാവും. പക്ഷെ ഞാൻ പാരമ്പര്യമായിട്ട് അഭ്യസിച്ചത് കളരിയാ. അന്ന് നമ്മുടെ മോളെ കളരി ചേർക്കാന്ന് പറഞ്ഞിട്ട് നീ കേട്ടോ? ഇല്ല. അന്ന് ചേർത്തിരുന്നെങ്കിൽ മോൾ ഇന്നിപ്പോ കേരളത്തിലെ ഏറ്റവും നമ്പർ 1 കളരിക്കാരിയായി മാറിയേനെ. ഉണ്ണിയർച്ചയെ പോലെ വാളും പരിചയൊക്കെ പിടിച്ച് നമ്മുടെ മോൾ ഇങ്ങനെ നിൽക്കുന്ന രംഗം നീ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കേ. നല്ല രസമല്ലേ? നിങ്ങൾ കളരിയുടെ കാര്യമൊന്നും പറയില്ലേ? 35ാമത്തെ വയസ്സിൽ ഒരു ചവിട്ട് കിട്ടിയിട്ട് വയസ്സ് 43 കഴിഞ്ഞു ആ കിടക്കെന്ന് നിങ്ങൾ എഴുന്നേറ്റ് അത് പോയി. പിന്നെ ഓർക്കപ്പുറത്തൊരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവുമ്പോ ആരായാലും അടിപതറി പോവും. ഓ ശിവനേ, മതി. ഹോ. ദേ എന്റെ മോള് വിഷമിക്കണ്ട. ദേ ഇപ്പൊ ചില കാശുകാർക്കുള്ള ഒരു സൂക്കേടാ. ഭാര്യയെ കാണിച്ച് നാട്ടുകാരോട് വിളിച്ചു പറയണം, ദേ ഇവള് ഭയങ്കര സംഭവമാണ്, കേരളത്തിൽ തന്നെ എല്ലാ കാര്യത്തിനും 1ാം സ്ഥാനത്താണെന്നൊക്കെ. എടി, ഇങ്ങനൊരവസരം നിന്റെ കിടക്കുമല്ലേ? അതെന്താ അവസരം? ആ, നാളെയല്ലേ നീ മത്സരിക്കാൻ പോകുന്ന ബ്യൂട്ടി കോമ്പറ്റീഷൻ. അതില് വിജയിക്കുന്നവരെ നമ്പർ 1 എന്നല്ലേ പറയുന്നേ?
നീ അതിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അവിടെ നിന്നുള്ള മൊമെന്റോയും വാങ്ങിച്ചോണ്ട് വന്ന് അവന്റെ മുന്നിൽ ചെന്ന് നിന്ന് അന്തസ്സായിട്ട് അങ്ങോട്ട് ചോദിക്കണം, ഇപ്പൊ നിനക്ക് എന്നെ കെട്ടാവോന്ന്. മോളെ അതൊരു ഉഗ്ര ഐഡിയ. ഉം. എന്നിട്ട് നവീൻ എന്തെങ്കിലും പറഞ്ഞാ നമുക്ക് അപ്പൊ മുത്തശ്ശിയോട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാം. എന്താ? ദേ, നീ നാളത്തെ മത്സരത്തിനുള്ള കാര്യമൊക്കെ പോയി പ്രാക്ടീസ് ചെയ്ത് വെക്ക്. ആ. നാളെ തൊട്ട് നവീൻ പറയണം, നീ വാശിയുള്ള പെണ്ണാണ്, നീ ഒന്ന് അറിഞ്ഞു ശ്രമിച്ച ലോകത്തിന്റെ നെറുകയിലെത്താൻ പറ്റുന്നു. കമോൺ. ഞാൻ പറയിപ്പിക്കും. നാളത്തെ മത്സരത്തിൽ ഞാൻ തന്നെ വിജയിക്കും. അമ്മ നോക്കിക്കും.